ഇന്നത്തെ വീഡിയോ ഞാൻ വാങ്ങിയ തയ്യൽ മെഷീനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ മെഷീന് തുടക്കക്കാർക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ കാറ്റലോഗും CD എല്ലാം വരുന്നുണ്ട്. ഇതിൽ ഉപയോഗിക്കേണ്ട രീതികളൊക്കെ നമുക്ക് ആ CD ഇട്ട് കാണുമ്പോഴായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കറണ്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ പെഡലും അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ചവിട്ടാനുള്ളതാണ് ആ പെഡലൊക്കെ. ഇതുപോലെയാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ഭാഗം മെഷീനിലും ഇതുപോലെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു ഭാഗം മെഷീനിൽ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് മറുഭാഗത്ത് പ്ലഗ് ഉണ്ടാവും. അത് പവറിലാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അവിടെ ഒരു സ്വിച്ച് ഉണ്ട് സൈഡിൽ തന്നെ, അത് നമ്മൾ ഓൺ ആക്കണം. ഓൺ ആക്കുമ്പോൾ ഇതിൽ ലൈറ്റും ഉണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്ത് തന്നെ ലൈറ്റ് ഉണ്ട്. അതും അന്നേരം നമ്മൾ സ്വിച്ച് ഇട്ടുമ്പോൾ തന്നെ ആ ലൈറ്റും കത്തും. അതിൻ്റെ സൈഡിലൊരു സ്റ്റാൻഡുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ പൊക്കിയും താക്കിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡും ഉണ്ട് സൈഡിൽ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് 3 ബോബനുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ 3 ബോബന്, പിന്നെ ഒരു സിബർ ഫൂട്ടുണ്ട്, പിന്നെ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഫൂട്ടുണ്ട്. പിന്നെ സാധാരണ നോർമൽ ഫൂട്ട് നമുക്ക് അതിൽ തന്നെ ഫിക്സായി വരുന്നതാണ്. പിന്നെ ആ സൈഡിലത്തെ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതിൽ നീഡിൽ, ത്രെഡ് അതെല്ലാം നമുക്ക് അതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് അവിടെയുള്ളത്. അത് നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ അത് നമുക്ക് നീക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ബാക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. നമ്മൾ തയ്ക്കുമ്പം സ്റ്റിച്ച് ബാക്ക് പോകണമെങ്കിൽ അത് താഴോട്ട് പ്രസ് ചെയ്യുമ്പം ബാക്ക് സ്റ്റിച്ച് പോകും. പിന്നെ നോർമൽ തയ്യൽ മെഷീൻ്റെ അകത്ത് നമ്മുടെ സാധാ തയ്യൽ മെഷീനിൽ സൈഡിലൊരു വീലുണ്ടല്ലോ, അതേ ഉപയോഗമാണ് ഈ സൈഡിലും കൊടുത്തേക്കുന്ന ആ ഒരു ബട്ടണും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സൂചി ഒന്ന് പൊക്കി താക്കിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കറക്കിയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. പിന്നെ സൈഡിലായിട്ടൊരു കട്ടർ വരുന്നുണ്ട്. നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് നൂല് വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഇത് നൂല് വെക്കുന്ന ഇടം അത് സ്റ്റാൻഡ് പൊക്കി വെക്കാൻ, പിന്നെ അത് ഉപയോഗം കഴിഞ്ഞ് അതുപോലെ താഴെ വെക്കാവുന്നതാണ്. പിന്നെ ബോബൻ വെക്കുന്നത് ഇവിടാണ്. ബോബൻ വെക്കുന്നത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് താഴോട്ട് കയറ്റി വെക്കണം. ആദ്യം നമ്മൾ ബോബൻ ഇച്ചിരി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം, എന്നാലേ അത് താഴോട്ട് കയറത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ അടിയിൽ അടുത്ത് തന്നെയായിട്ടൊരു സ്റ്റാൻഡ് ഇരിപ്പുണ്ടല്ലോ, തൊട്ടടുത്ത സ്റ്റാൻഡിൽ ഒന്ന് നീക്കി വെച്ചിട്ടാണ് നമ്മൾ ബോബനിൽ നൂല് ചുറ്റുന്നത്.
ഇത് നമുക്ക് സിബ്ബർ ഫൂട്ടാണ്. ഇത് ആ സിബ്ബർ ഫൂട്ട് താഴെ ഒരു ക്ലിപ്പുണ്ട്, അതിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഫൂട്ടിനടുത്ത് തന്നെ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഒരു ബട്ടൺ ഉണ്ട്, അത് ചെന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഫൂട്ട് ഊരി വരും. പിന്നെ കറക്റ്റിന് തന്നെ നമ്മളത് മുകളിലൊരു സിന്തോനുണ്ട് പൊക്കി ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നതേ, അതുപോലെ ഒന്ന് പൊക്കി എന്നിട്ട് വെച്ചുമ്പോൾ കറക്റ്റ് തന്നെ അതിൽ തന്നെ വീഴുകയും ചെയ്യത്. ആ ഫൂട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന 14 തരം സ്റ്റിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അത് സിബ്, ബട്ടൺ ഹോള്, പിന്നെ ലോക്ക്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റിച്ചിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നൂല് ചുറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നൂല് ചുറ്റുന്ന രീതികൾ ആ മെഷീനിൽ തന്നെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നൂല് ബോബൻ്റെ അകത്ത് നൂല് ചുറ്റാൻ ഇവിടെയൊക്കെ കൊടുത്ത് വേണം ചുറ്റേണ്ടതെന്നുള്ളതും സാധാ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നൂല് നമ്മൾ കൊടുക്കേണ്ട രീതികളും എല്ലാം അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3 എന്ന് പറഞ്ഞിട്ട് എഴുതി പോയിട്ടുണ്ട്, ആരോ ഇട്ട് പോയിട്ടുണ്ട്. ഇതിപ്പം ആ ബോബൻ്റെ അകത്ത് തന്നെ ഒരു ഹോളുണ്ട്, അതിൽ കൂടെ നമ്മൾ കൊരുത്ത് നമ്മളതിൽ അതുപോലെ വെച്ച് ചുറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ സാധാരണ നമ്മൾ മെഷീൻ്റെ അകത്ത് എങ്ങനെയാണ് ബോബൻ്റെ അകത്ത് നൂല് ചുറ്റുന്നത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം, ആ ഹോളിൽ കയറ്റണമെന്നുമില്ല. ഇതിപ്പം കണ്ടാകും, ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് അതിൽ നൂല് ചുറ്റുന്നത്. ഇത് സൈഡിലൊരു ഹുക്കുണ്ട്, അതിൽ നമ്മൾ ആ നൂല് കുരുത്തിടാൻ പറ്റും. അങ്ങനെയും ചെയ്യാം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. പിന്നെ ബോബൻ ഇതുപോലെ നമ്മൾ നൂല് ചുറ്റിയിട്ട് അവിടെ ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് മാറ്റിയിട്ടാണ് നമ്മൾ അതിലാണ് ബോബൻ സെറ്റ് ചെയ്യേണ്ടത്. അത് ഇതുപോലെ നമ്മൾ ബോബനെ അതിൽ ഇട്ടതിന് ശേഷം സൈഡിൽ തന്നെ ആ ബോബൻ്റെ സൈഡിൽ ഒരു കൊളുത്ത് പോലെ ഉണ്ട്, അതിൽ കൂടെ തന്നെ നമ്മൾ നൂലെടുത്ത് പുറത്തോട്ടിടേണ്ടത്. അതില്ല, അതും ഒരു ആരം പോലെ എല്ലാം കാണിച്ചിട്ടുണ്ട് സൈഡിൽ. പിന്നെ നമ്മളിതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള നൂല് ചുറ്റുന്നത് അതുപോലെ സ്റ്റാൻഡിലിട്ടിട്ട്, പിന്നെ മുകളിലൊരു കൊളുത്തുണ്ട്, അതിൽ കൂടെ തന്നെ നമ്മളെടുത്ത് താഴോട്ട് വരണം. അവിടെ 1 2 3 എന്നും പറഞ്ഞ് നമുക്ക് ആരോ കാണിച്ചിട്ടുണ്ട്, അതുപോലെ നമുക്ക് എടുക്കാം. അവിടെ ഒരു കൊളുത്തുണ്ട്, നമ്മളിപ്പുറത്തെ ഒരു സൈഡിലൊരു വീലുണ്ടല്ലോ, ആ ഒരു കറക്കുമ്പോൾ ആ ഒരു കൊളുത്ത് പൊങ്ങി വരും. അതൊരു കൊളുത്ത് പോലെ ഇരിക്കുക. അതിലൊന്ന് നൂലൊന്ന് ഉടക്കുമ്പോൾ തന്നെ അതിൽ ആ കുളത്തിൽ ചെന്നങ്ങ് വീണോളും. അതിൽ കുളത്തിലിട്ടിട്ടാണ് താഴോട്ട് നമ്മൾ നൂലെടുക്കുന്നത്. എന്നിട്ട് സൂചിയിൽ കൊരുത്തെടുക്കണം. അതുകൊണ്ട് ഇതുപോലത്തെ ഉപയോഗത്തിനാണ് നൂല് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് സൂചിയിൽ നൂല് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴായാലും നമുക്ക് ഉപയോഗമുള്ളതാണ്. ഇതവിടെ സൈഡിലൊരു സ്റ്റാൻഡുണ്ട്, നമുക്കത് പൊക്കിയുണ്ടാക്കിയൊക്കെ ചെയ്യാം. താഴെ വെച്ചിട്ട് ഇതിപ്പോൾ നോർമൽ സ്റ്റിച്ച് തുടങ്ങുന്നത് 6 തൊട്ടാണ് നോർമൽ സ്റ്റിച്ച് തുടങ്ങുന്നത്. ഇതിപ്പോൾ നമ്മൾ തയ്ക്കാനായിട്ട് നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 7ലൊക്കെ ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. തീരെ പൊടി ചെറിയ സ്റ്റിച്ചിങ് ഉണ്ട്, വലുതുണ്ട്, അങ്ങനെയുള്ള രീതിയിലാണ് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങനെ കറക്കി നമുക്ക് ആ താഴെ നൂലിങ്ങനെ പുറത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നോർമൽ സ്റ്റിച്ചിങ് ആണ്.
ഇപ്പം നമുക്ക് ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കറക്കി അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിൽ കൊണ്ടുവെക്കണം. ഞാൻ ആ 12 എന്ന് പറഞ്ഞ സ്റ്റിച്ചിങ്ങിൽ മാർക്ക് ചെയ്തിട്ടാണ്, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നോർമൽ വരുന്ന 6, 7, 8, 9. നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റിച്ചിങ് തുടങ്ങുന്നത് 9-ലായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ബാക്കി തീരെ ഇച്ചിരി പൊടി സ്റ്റിച്ചിങ് ഒക്കെയാണ്. കണ്ട, ഇപ്പം 12 എന്നുള്ള ആ സ്റ്റിച്ചിങ്ങിലിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുക. അതിൽ AB എന്നൊക്കെ പറഞ്ഞ് ABBC അങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഉണ്ട്. അത് നമുക്ക് ബട്ടൺ ഹോളിന് വേണ്ടിയിട്ടുള്ളത് ആ ഒരു സ്റ്റിച്ചിങ് അതിൽ കിടക്കുന്നത്. ഈ രീതിയിലെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന നോർമൽ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ചാണ് കാണിക്കുന്നത്.